الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഈ മാസം 22-ന് അള്ളാഹുവിൻ്റെ ഭവനമായിരുന്ന ബാബരി മസ്ജിദ് തകർത്ത ഭൂമിയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. ക്ഷേത്രമന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും അതോടെ നിർവഹിക്കപ്പെടുകയാണ്. ഒരു ക്ഷേത്രം വരുന്നു എന്നതോ ശ്രീരാമൻ്റെ പേരിൽ ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നതോ നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ അടയാളപ്പെടുത്തുന്ന വിവിധ ക്ഷേത്രങ്ങളും ചർച്ചുകളും മസ്ജിദുകളും ഒക്കെ നാട്ടിൽ ആവശ്യമാണ്. പക്ഷേ ഒരു മസ്ജിദ് തകർത്ത് തൽസ്ഥാനത്ത് ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നത് തികഞ്ഞ അനീതിയാണ്. ആ ഒരർത്ഥത്തിൽ ഈ വിഷയത്തെ മനസ്സിലാക്കുവാൻ വിശ്വാസി സമൂഹത്തിനും രാജ്യത്തെ മതനിരപേക്ഷ സമൂഹത്തിനും സാധ്യമാവണം എന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഖുത്ബ വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങളും മസ്ജിദുകളും ചർച്ചുകളും സിനഗോഗുകളും എല്ലാം വർദ്ധിക്കുന്നതിൽ ആർക്കും ഒരു പരാതിയും ഉണ്ടാവാൻ പാടില്ലെന്ന് മാത്രമല്ല, അതിനെ എല്ലാവരും സ്വാഗതം ചെയ്യേണ്ടതാണ്. കാരണം രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെയാണ് ഈ ആരാധനാലയങ്ങൾ അടയാളപ്പെടുത്തുന്നത്. പക്ഷേ ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയത്തെ തകർത്തുകൊണ്ട് മറ്റൊരു വിഭാഗത്തിൻ്റെ ആരാധനാലയം നിർമ്മിക്കുക വഴി ഒരു വിഭാഗം വിശ്വാസികളെ വേദനിപ്പിക്കുക മാത്രമല്ല, രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ പരസ്യമായി ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന 4 കാര്യങ്ങൾ നമുക്കറിയാം. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, അഥവാ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ 4 കാര്യങ്ങൾ അത് ഇസ്ലാമിലും ഏറെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്.
പക്ഷേ രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന 4 കാര്യങ്ങളും മേൽപ്പറഞ്ഞ 4 കാര്യങ്ങളാണ്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വിശേഷിച്ചും സംഘപരിവാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 4 കാര്യങ്ങൾ കൂടുതൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന് പറയുക സാധ്യമല്ല. ഇനിയും വല്ലതും വരാനുണ്ടോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി ഇപ്പറയുന്ന മസ്ജിദ് തകർത്ത് ക്ഷേത്രം പണിയുക എന്ന ആശയം മാറിയിരിക്കുന്നു. ചിന്തിക്കുന്ന ആളുകൾക്ക് അങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു ജനവിഭാഗത്തിൻ്റെയും ഭക്തിയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ഉടലെടുക്കുന്ന ആരാധനാലയങ്ങളോട് ഒരു വിയോജിപ്പുമില്ല. പക്ഷേ അങ്ങനെ കേവല ഭക്തിയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു ക്ഷേത്രമായി ഈ ക്ഷേത്രത്തെ അതല്ലെങ്കിൽ ഈ പ്രാണപ്രതിഷ്ഠയെ കാണുക സാധ്യമല്ല. തികഞ്ഞ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി നടക്കുന്ന ഫാസിസ്റ്റ് ആഘോഷമാണിതെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ 10 വർഷമായി ഫാസിസ്റ്റ് ശക്തികൾ രാജ്യം ഭരിക്കുകയാണ്. നമുക്കറിയാം, ഈ വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ സംഘപരിവാർ അഭിമുഖീകരിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തെ ഭരണ മികവ് മുൻനിർത്തിക്കൊണ്ടാവില്ല. കാരണം പറയപ്പെടാൻ മാത്രം നേട്ടങ്ങളൊന്നുമില്ല. എന്ന് മാത്രമല്ല, രാജ്യം സാമ്പത്തികമായി കൂടുതൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇസ്ലാമോഫോബിയും മുസ്ലിം വിരോധവും തെരഞ്ഞെടുപ്പിന് അവർ ആയുധമാക്കുന്നത്. തങ്ങളുടെ പൗരന്മാരെ വർഗീയമായി, സാമുദായികമായി, മതപരമായി ഭിന്നിപ്പിച്ചുകൊണ്ട്, കക്ഷികളാക്കിക്കൊണ്ട് അധികാരം നിലനിർത്തുക എന്നത് ഏതൊരു കാലത്തെയും ഏകാധിപതികളുടെ അടയാളമാണ്. അതാണ് ഫറോവയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അതാണ് നമ്രൂദിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഇന്ന ഫിർഔന അലാ ഫിൽ അർദി വജഅല അഹ്ലഹാ ശിയഅൻ യസ്തളഇഫു ത്വാഇഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ ഖസസിൽ പറയുകയാണ്, നിശ്ചയം ഫിർഔൻ ഭൂമിയിൽ അതിക്രമകാരിയായി എഴുന്നേറ്റുന്നു. എങ്ങനെയാണ് ഫിർഔൻ തന്റെ അതിക്രമം നടപ്പിലാക്കിയത്? തന്റെ പൗരന്മാരെ, തന്റെ നാട്ടിലുള്ള ആളുകളെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി മാറ്റി, വിഭാഗങ്ങളാക്കി മാറ്റി. ഒരു വിഭാഗത്തെ അടിച്ചമർത്തി അവരുടെ ആൺമക്കളെ അറുകൊല ചെയ്തു, പെൺമക്കളെ ജീവിക്കാൻ അനുവദിച്ചു, ചില വ്യാഖ്യാനങ്ങളിൽ മാനഭംഗപ്പെടുത്തി എന്നും കാണാവുന്നതാണ്. നിശ്ചയം ഫിർഔൻ അരാജകവാദികളിൽപ്പെട്ടവനായിരുന്നു. ഇസ്രായേലിലുള്ള ആൺമക്കൾ അറുകൊല ചെയ്തുകൊണ്ടും ഇസ്രായേലിൽപ്പെട്ട പെൺമക്കളെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ടും കോപ്റ്റുകൾക്കും ഇസ്രായേലിയർക്കും ഇടയിൽ വല്ലാത്ത ഒരു വിഭജനവും വർഗീയതയും ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു ഫിർഔൻ തന്റെ ആധിപത്യം നിലനിർത്തിയത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വർഗീയ ധ്രുവീകരണമുണ്ടാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്ന ഫിർഔന്റെ അതേ ലക്ഷ്യം തന്നെയാണ് അഭിനവ ഫിർഔനമാരും ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീരാമന്റെ പേരിൽ ഒരു അമ്പലത്തിന്റെ ഉദ്ഘാടനം എന്ന രീതിയിലല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഏതെങ്കിലും ഒരു പുണ്യപുരുഷന്റെ പേരിൽ ഒരു ദേവാലയം വരുന്നതിനോട് നമുക്കൊരു വിയോജിപ്പുമില്ല. മറിച്ച് സംഭവിക്കുന്ന എന്താണ് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. 2024 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാണ് രാമക്ഷേത്രം. ഇവിടെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഉത്തരവാദിത്തം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. തളർന്നു പോവാതെ, ക്ഷയിച്ചു പോവാതെ ദൗത്യ നിർവഹണത്തിൽ മുന്നോട്ട് പോവുക എന്ന ചുമതലയാണ് ഇസ്ലാമിക സമൂഹത്തിന് നിർവഹിക്കാനുള്ളത്. രാജ്യം നീതിയിൽ അധിഷ്ഠിതമായി കെട്ടിപ്പടുക്കപ്പെടണം. രാജ്യത്ത് മതനിരപേക്ഷത ശക്തിപ്പെടുത്തണം. ഇസ്ലാമിന്റെ പ്രചരണം സാധ്യമാവണം. ഇതൊക്കെയാണ് ഇസ്ലാമിക ഉമ്മത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത്. സമൂഹം ദുർബലപ്പെടാതെ, ഇസ്ലാമിക ഉമ്മത്ത് ക്ഷയിച്ചു പോവാതെ ആ ദൗത്യ നിർവഹണത്തിൽ ധീരമായി മുന്നോട്ട് പോവുക എന്നതാണ് ഉമ്മത്തിന്റെ ഈ ഘട്ടത്തിലെ ദൗത്യം. ഇങ്ങനെ ഒരുപാട് സംഗതികളൊക്കെ നടന്നു, ഇനി ഒരു രക്ഷയുമില്ല, ഇനി പോകുന്ന വഴിക്ക് അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് ചിന്തിക്കുകയല്ല. രാജ്യത്തെ അതിന്റെ ശരിയായ ദിശയിലൂടെ രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികളോടൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് നയിക്കുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് ഇവിടെ ഇസ്ലാമിക ഉമ്മത്തിന് നിർവഹിക്കാനുള്ളത്. ഇസ്ലാമിക
ഇസ്ലാമിക ഉമ്മത്ത് ക്ഷീണിച്ചു പോവാൻ പാടില്ല, ദുർബലമാവാൻ പാടില്ല. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുർബലപ്പെടരുത്, നിങ്ങൾ ദുഃഖിതരാവരുത്. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ. നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, ആ വിശ്വാസമുള്ള ആളുകൾ തന്നെയാണ് അത്യുന്നതർ. എന്ന് നിങ്ങളെ എന്തെങ്കിലും മുറിവ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ മുൻകഴിഞ്ഞ ജനസമൂഹങ്ങൾക്കും ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ആ പരിക്കുകളെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നത്. ആ ഒരു ബോധ്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. ക്ഷയിക്കാതെ, ക്ഷീണിക്കാതെ, ദുഃഖിക്കാതെ, ദുർബലപ്പെടാതെ നിങ്ങൾ മുന്നോട്ട് പോകണം. വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്. ആ ദിനങ്ങൾ വിജയത്തിന്റെ ദിനങ്ങൾ, ആധിപത്യത്തിന്റെ ദിനങ്ങൾ, സ്വാധീനത്തിന്റെ ദിനങ്ങൾ, ജനങ്ങൾക്കിടയിൽ നാം കറക്കുന്നതാണ്. എന്നും ഇസ്ലാമിന്റെ വിരോധികൾക്കും ഇസ്ലാമിന്റെ ശത്രുക്കൾക്കുമായിരിക്കും ലോകത്ത് ആധിപത്യമെന്ന് നിങ്ങൾ ധരിക്കണ്ട. ഏതൊരു രാജ്യത്തും ഒരു മതനിരപേക്ഷ സമൂഹത്തിന് മുന്നോട്ട് പോവാൻ ഉതകുന്ന ഒരു സാഹചര്യം സംജാതമാവും. ഇന്ത്യ രാജ്യത്തും സംജാതമാവും. ആ ഒരു ബോധ്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. ഇന്ന് ചില പരീക്ഷകൾ നിങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്ന് ശരിയാണ്. ഇന്ന് ചില വെല്ലുവിളികൾ നിങ്ങൾ നേരിടുന്നുണ്ട് എന്ന് ശരിയാണ്. അതെന്തിനു വേണ്ടിയാണ്? അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. എന്തിനാണ് അല്ലാഹുവിന്റെ ആ പരീക്ഷണം? വലിയഅലമല്ലാഹുല്ലദീന ആമനൂ വയത്തഖിദ മിൻകും ശുഹദാ. നിങ്ങളിൽ യഥാർത്ഥ വിശ്വാസികളും അല്ലാഹുവിന് സാക്ഷികളാവുന്ന ആളുകളും ആരാണെന്ന് അല്ലാഹു അറിയുന്നതിന് വേണ്ടിയാണ്. നിങ്ങളിൽ യഥാർത്ഥ വിശ്വാസികൾ ആരാണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. വയത്തഖിദ മിൻകും ശുഹദാ. നിങ്ങളിൽ സാക്ഷികൾ അല്ലാഹു സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അല്ലാഹു അക്രമികളെ ഇഷ്ടപ്പെടുകയില്ല. നിങ്ങൾ സത്യസാക്ഷികളായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി, നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളായി പരീക്ഷണങ്ങളിൽ പതറാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി, നിങ്ങൾ പരീക്ഷണങ്ങളിൽ വിജയിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങൾ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും മുറിവുകളോ പരിക്കുകളോ പ്രയാസങ്ങളോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങൾക്ക് ഒരുപാട് പരിക്കുകൾ ബാധിച്ചിരുന്നു. ആ പരിക്കുകളെയും ആ പരീക്ഷണങ്ങളെയും എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. ഇന്നും ഇസ്ലാമിക സമൂഹം ഇന്ത്യയിൽ മാത്രമല്ലല്ലോ, ലോകത്തെ ഏറ്റവും അധികം പരീക്ഷണത്തിനിരയാവുന്ന സമൂഹം ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹമല്ലല്ലോ. ലോകത്ത് ഇന്ത്യയിൽ എന്നതുപോലെ പല ഭാഗങ്ങളിലും വലിയ പരീക്ഷണങ്ങളും വലിയ അനീതിയും മുസ്ലിം ഉമ്മത്ത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്ത് പല ഭാഗങ്ങളിലും മുസ്ലിം ഉമ്മത്ത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളുടെയും അനീതിയുടെയും ചെറിയൊരു രീതി മാത്രമാണ് ഇന്ത്യയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം. പക്ഷെ എന്തിനാ പരീക്ഷണം? എന്തിനാണ് ഈ സമൂഹം? എന്തിനാണ്? അള്ളാഹുവിന്റെ സഹായത്തിനർഹമായ വിശ്വാസികളുടെ ഒരു സംഘമാണെങ്കിൽ എന്തിനാണ് ഈ സമൂഹം പരീക്ഷിക്കപ്പെടുന്നത്? നമ്മുടെ മനസ്സിലൊക്കെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് ഈ സമൂഹം വെല്ലുവിളികൾക്കിരയാവുന്നത്? എന്തിനാണ് ഈ സമൂഹം നീതി നിഷേധങ്ങൾക്കിരയാവുന്നത്? കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട് സഹോദരങ്ങളെ. ഈ സമൂഹത്തെ, ഈ ഉമ്മത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല, ഈ ഉമ്മത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്, ഈ ഉമ്മത്തിന്റെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ഫലസ്തീനും ഗസയുമെല്ലാം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അക്രമങ്ങൾക്കിരയാക്കിക്കൊണ്ട് ഒരു ജനതയെയും ആർക്കും നശിപ്പിക്കാൻ കഴിയുകയില്ല, തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ പാഠമാണ് ഇന്ന് ഗസയിൽ നിന്നും ഫലസ്തീനിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തോൽപ്പിക്കാൻ കഴിയില്ല, ഒരു സമൂഹത്തെയും ഇല്ലാതാക്കാൻ കഴിയില്ല. അക്രമങ്ങളിലൂടെ കൂടുതൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ് ഗസയുടെ പോരാളികൾ, ഹമാസിന്റെ പോരാളികൾ എന്ന് വർത്തമാനകാല പശ്ചിമേഷ്യൻ രാഷ്ട്രീയം വായിക്കുമ്പോ നമുക്ക് ബോധ്യമാവുന്നതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ഗസയും ഈ ഫലസ്തീനുമെല്ലാം നമുക്ക് പ്രചോദനമായി മാറേണ്ടതുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന സമൂഹമാണ് ഇസ്രായേലിന് വിധേയപ്പെടാതെ ഇന്നും എഴുന്നേറ്റ് നിൽക്കുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇന്ത്യയിലെ മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ജനാധിപത്യ സമരങ്ങളിൽ ഗസ നമുക്കൊരു ഊർജമാവണം, നമുക്ക് പ്രചോദനമാവണം. ഇത് മസ്ജിദ് തകർത്തുകൊണ്ട് അല്ലായിരുന്നുവെങ്കിൽ നമ്മളും സ്വാഗതം ചെയ്യുമായിരുന്നു.
മസ്ജിദ് തകർത്തുകൊണ്ടാൽ ആയിരുന്നില്ല എങ്ങനെ ഒരു ക്ഷേത്രം വരുന്നതെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? ഒരു വിയോജിപ്പുമില്ല. നല്ല കാര്യം. ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ടാവട്ടെ രാജ്യത്ത്, ഒരുപാട് ചർച്ചുകൾ ഉണ്ടാവട്ടെ, ഒരുപാട് സിനഗോഗുകൾ ഉണ്ടാവട്ടെ. പക്ഷേ മസ്ജിദ് തകർത്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. എല്ലാം വേണം, എല്ലാ ആരാധനാലയങ്ങളും എല്ലാ വിഭാഗം വിശ്വാസികളുടെയും ആരാധനാലയങ്ങൾ വേണം. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. എല്ലാത്തരം ആരാധനാലയങ്ങൾക്കും ഭൂമിയിൽ നിലനിൽക്കാനുള്ള അവകാശമുണ്ടാവണമെന്ന് പറഞ്ഞ ഖുർആനാ പറഞ്ഞത്. വലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا. അല്ലാഹു ജനങ്ങളിൽ ചിലരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ, പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ സന്യാസി മഠങ്ങൾ തകർക്കപ്പെടുമായിരുന്നു. സന്യാസി മഠങ്ങൾ ഭൂമിയിൽ നിലനിൽക്കുക എന്നത് ആ സന്യാസി മഠങ്ങളിൽ വിശ്വസിക്കുന്ന സമൂഹത്തിന്റെ അവകാശമാണ്. അത് നിലനിൽക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവ ദേവാലയങ്ങളും ഭൂമിയിൽ ചിലരെ കൊണ്ട് പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ സന്യാസി മഠങ്ങൾ തകർക്കപ്പെടുമായിരുന്നു. ക്രിസ്തീയ ദേവാലയങ്ങൾ തകർക്കപ്പെടുമായിരുന്നു. യഹൂദ ദേവാലയങ്ങളും തകർക്കപ്പെടുമായിരുന്നു. അല്ലാഹുവിന്റെ നാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന പള്ളികളും തകർക്കപ്പെടുമായിരുന്നു. പള്ളികൾ തകർക്കപ്പെടാൻ പാടില്ല. പള്ളികൾ മാത്രമല്ല തകർക്കപ്പെടാൻ പാടില്ലാത്തത്, യഹൂദ ദേവാലയങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളും സന്യാസി മഠങ്ങളും ഒന്നും തകർക്കപ്പെടാൻ പാടില്ല. എല്ലാം ഭൂമിയിൽ സംരക്ഷിക്കപ്പെടണമെന്ന ഉദാത്തമായ മതനിരപേക്ഷമായിട്ടുള്ള കാഴ്ചപ്പാടിനെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഉയർത്തിക്കാണിക്കുന്ന. ഒരു സംശയവുമില്ല സഹോദരങ്ങളെ. എല്ലാ വിഭാഗം ആളുകൾക്കും എല്ലാത്തരം ആരാധനാലയങ്ങൾക്കും ഭൂമിയിൽ നിലനിൽക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ക്ഷേത്രം അത് സതുദ്ദേശപരമായിട്ട് മനസ്സിലാക്കുക സാധ്യമല്ല. വർഗീയ ശക്തികളുടെ ആത്യന്തിക ലക്ഷ്യമായ ഹിന്ദു രാജ്യത്തിലേക്കുള്ള ശക്തമായ കാൽവെപ്പാണത്. രാമക്ഷേത്ര നിർമ്മാണത്തിന് കോടതി അനുകൂലമായി വിധിച്ചിട്ടുണ്ടല്ലോ എന്ന് ചില ആളുകൾ ചോദിക്കും. ശരിയാണ്, അത്തരം ദൗർഭാഗ്യകരമായ വിധികൾ ഈ രാജ്യത്തുണ്ടായി. പക്ഷേ അതിനനുകൂലമായിട്ട് കോടതി വിധി പറഞ്ഞപ്പോഴും അതിൽ അനീതിയും പക്ഷപാതവും കോടതി തന്നെ വ്യക്തമാക്കിയതാണ്. ക്ഷേത്രം തകർത്ത ഭൂമിയിലായിരുന്നു ബാബരി മസ്ജിദ് നിലനിന്നിരുന്നത്. പറഞ്ഞിട്ടില്ല, കോടതിയും പറഞ്ഞിട്ടില്ല. അതിന് ചരിത്രപരമായ ന്യായങ്ങളുമില്ല എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ചരിത്രം വായിക്കൂ, ചരിത്രം നിരീക്ഷിക്കൂ. 1577 മഹാകവി തുളസീദാസ് രചിച്ച രാമചരിത മാനസത്തിൽ എവിടെയും ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രം ധ്വംസിച്ചതായി പറയുന്നില്ല. 1577 മഹാകവി തുളസീദാസ് രചിച്ച രാമചരിത മാനസത്തിൽ എവിടെയും ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രം ധ്വംസിച്ചതായി പറയുന്നില്ല. 1511 മഹാകവി തുളസീദാസ് രചിക്കുന്നത്. 1528 ബാബർ ചക്രവർത്തിയുടെ അവാദ് ഗവർണർ മീർബഹി മസ്ജിദ് പണിയുന്നത് എന്നിരിക്കെ തുളസീദാസിന്റെ ജീവിതകാലത്ത് ഇങ്ങനെ ഒരു മഹാദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് രാമചരിത മാനസത്തിൽ പരാമർശിക്കുമായിരുന്നു എന്നുള്ളതാണ് സാമാന്യ ബുദ്ധി. പക്ഷേ തുളസീദാസ് അങ്ങനെ ഒരു ക്ഷേത്രം തകർത്ത് മസ്ജിദ് ഉണ്ടാക്കിയ ഒരു കഥയും പറഞ്ഞിട്ടുള്ള, ഒരു ചരിത്രവും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിലും ബാബർ ചക്രവർത്തിയെ ഒരു ക്ഷേത്ര ധ്വംസകനായിട്ട് മനസ്സിലാക്കുന്നതിന് ഒരു ന്യായവുമില്ല. കാരണം ബാബർ ചക്രവർത്തി തന്റെ മരണശൈലിയിൽ തന്റെ മകനെ അടുത്തിരുത്തി ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ്, വസിയത്തുകൾ എന്തൊക്കെയാണ്? ഇതൊന്നും പാടില്ല. ക്ഷേത്രങ്ങളെ ധ്വംസിക്കാൻ പാടില്ല. മറ്റു മതവിഭാഗക്കാരുടെ, വിശേഷിച്ചും ഹൈന്ദവരുടെ ആരാധനാലയങ്ങളെ ആക്രമിക്കാൻ പാടില്ല. അദ്ദേഹം ഹുമയൂണിനെ അടുത്തിരുത്തി ഉപദേശിക്കുന്നുണ്ട്. എന്താണ് ഉപദേശിക്കുന്നത്? മോനെ, ഇന്ത്യ മതവൈവിധ്യങ്ങളുടെ നാടാണ്, വ്യത്യസ്തങ്ങളായ മതങ്ങളുള്ള നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ രാജ്യത്തെ പൗരനായതിലും ആ രാജ്യത്തെ ജീവിക്കാൻ സാധ്യമായതിലും നീ നന്ദി രേഖപ്പെടുത്തണം. ഹുമയൂണിന് ബാബർ കൊടുക്കുന്ന ഉപദേശമാണ്. അല്ലാഹു നിനക്ക് ഏതെങ്കിലും കാലത്ത് ഈ രാജ്യത്ത് അധികാരം നൽകിയാൽ, ഹുമയൂണ് നൽകുന്ന ഉപദേശമാണ്, അല്ലാഹു നിനക്ക് ഈ രാജ്യത്ത് അധികാരം നൽകിയാൽ നീ മതപക്ഷപാതിത്വം കാണിക്കരുത്, ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും തകർക്കരുത്. അത് ചെയ്താൽ ജനം നിന്നെ വെറുക്കും. ഭരണാധികാരി ഭരണീയരെയും തിരിച്ചും സ്നേഹിക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടേണ്ടത്. ദയാഹൃദയം കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ് ഇസ്ലാമിനെ ധന്യമാക്കേണ്ടത്, അടിച്ചമർത്തലിലൂടെയല്ല.
സ്വന്തം മകനെ അടുത്തിരുത്തി ഈ രീതിയിൽ അന്ത്യോപദേശം നൽകിയ ഒരു മനുഷ്യൻ ചരിത്രത്തിൽ ക്ഷേത്രം ധ്വംസിച്ചിട്ടുണ്ട് എന്നാർക്കാണ് വിശ്വസിക്കാൻ സാധിക്കോ സഹോദരങ്ങളെ? അതുകൊണ്ട് ആരെങ്കിലും അമ്പലം തകർത്ത് പള്ളിയാക്കി എന്നതല്ല ഇവിടുത്തെ വിഷയം. മറിച്ച് രാജ്യം വിഭജിക്കപ്പെട്ടതോടുകൂടി ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനാവുമെന്ന് കണക്ക് കൂട്ടിയ ചിലരുടെ പ്രതീക്ഷകൾ മങ്ങിപ്പോയപ്പോ വർഗീയാഗ്നി ആളിക്കത്തിക്കാൻ അവരെ കണ്ടുപിടിച്ച മാർഗമായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം. നമ്മൾ ആവർത്തിച്ച് പറയുന്നു, ഒരു ക്ഷേത്രത്തോടും ഒരു ആരാധനാലയം പൊങ്ങി വരുന്നതിനോടും നമുക്കാർക്കും വിയോജിപ്പില്ലെന്ന് മാത്രമല്ല, വിയോജിപ്പോ വിരോധമോ ഉണ്ടാവാനും പാടില്ല. അതിനെ എല്ലാറ്റിനെയും സ്വാഗതം ചെയ്യേണ്ടുന്നവരാണ് നമ്മൾ. പക്ഷേ അതൊരു മസ്ജിദ് തകർത്തുകൊണ്ട് തന്നെയാവണമെന്നത് അവരുടെ വാശിയായിരുന്നു. എന്നാൽ അതിലൂടെ ചോദ്യം ചെയ്യപ്പെട്ടത് ഒരു പള്ളിയുടെ അസ്തിത്വമോ നിലനിൽപ്പോ മാത്രമായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ മതേതരത്വത്തിനേറ്റ ഏറ്റവും വലിയ കളങ്കമായിരുന്നു, ഏറ്റവും വലിയ മുറിവായിരുന്നു അത്. അതിനുശേഷം മസ്ജിദ് നിലനിന്ന സ്ഥാനത്ത് ഒരു ക്ഷേത്ര നിർമ്മാണത്തിന് അനുകൂലമായ വിധി കൂടി വന്നപ്പോ അതിലൂടെ മുസ്ലിം സമുദായത്തിനെതിരായ അനീതികൾ നോർമലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. മുസ്ലിം സമുദായത്തിനെതിരെ എന്തുമാവാം, അവരുടെ ആരാധനാലയങ്ങൾക്കെതിരെ എന്തുമാവാം എന്നുള്ളൊരു ചിന്ത വന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് രാജ്യത്തിന്റെ മുഖമൂലകളിൽ പല മസ്ജിദുകൾക്കെതിരിലും അന്യായമായ അവകാശവാദങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സമുദായത്തിനെതിരെ എന്തുമാവാം, അവരുടെ ആരാധനാലയങ്ങൾക്കെതിരെ എന്തുമാവാം എന്ന ചിന്ത ഉയർന്നു വന്നു എന്നുള്ളതാണ്. പക്ഷേ നമുക്കൊന്നേ പറയാനുള്ളൂ, അള്ളാഹുവിന്റെ മസ്ജിദുകൾ അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. അള്ളാഹുവിന്റെ ഭവനങ്ങളെ തകർത്തവരെ അള്ളാഹു തന്നെ കൈകാര്യം ചെയ്യുമെന്ന ഖുർആൻ പറഞ്ഞത്. വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹി ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ ലഹും ഫിദ് ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹി ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ. അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് ആളുകളെ തടയുകയും അള്ളാഹുവിന്റെ പള്ളികൾ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവനേക്കാൾ വലിയ അക്രമി ലോകത്താരാണുള്ളതെന്ന് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ പള്ളികൾ തകർക്കുന്നവനേക്കാൾ വലിയ അക്രമി ലോകത്താരാണുള്ളത്? ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ. ഭയപ്പാടോടുകൂടിയല്ലാതെ ആ പള്ളികളിലേക്ക് കടന്നു ചെല്ലാൻ അവർക്ക് സാധിക്കുകയില്ല. അങ്ങനെ അള്ളാഹുവിന്റെ പള്ളികൾ അന്യായമായിട്ട് തകർത്ത ആളുകളുണ്ടല്ലോ, ലഹും ഫിദ് ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അവർക്ക് ദുനിയാവിൽ ഇഹലോകത്ത് നിന്ദ്യതയും പരലോകത്ത് ഭീകരമായ ശിക്ഷയുമാണ് വരാനിരിക്കുന്നത്. ഇഹലോകത്ത് അവർക്ക് നിന്ദ്യതയാണ് വരാനിരിക്കുന്നത്. ഖുർആന്റെ പരാമർശം എത്രമാത്രം ശരിയായി വന്നിരിക്കുന്നു. ഒരു കാലത്ത് ബാബരി മസ്ജിദ് തകർക്കാൻ നേതൃത്വം കൊടുത്തവർ, രഥയാത്ര നടത്തിയവർ, അവരെ പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയ കൂട്ടായ്മയിൽ പോലും പിന്നീട് അവർക്ക് നിലയും വിലയുമില്ലാത്ത അവസ്ഥയല്ലേ ഉണ്ടായത്? ഇന്ത്യൻ രാഷ്ട്രീയം നമ്മളൊന്ന് പഠിക്കുക. ഞാൻ ആളുകളുടെ പേര് പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അവർക്ക് പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വല്ല നിലയുമുണ്ടായോ? ആ രാജ്യത്ത് മസ്ജിദ് തകർന്നപ്പോ അന്ന് നിശബ്ദനായി മൗനിയായിട്ട് ഇന്നലെ പ്രധാനമന്ത്രി രാജ്യത്തുണ്ടായിരുന്നില്ലേ? ആ പ്രധാനമന്ത്രി പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പൊങ്ങി വരാൻ പിന്നീട് സാധിച്ചില്ല എന്നുള്ളതല്ലേ ചരിത്രം? അപ്പൊ ചരിത്രം വായിക്കുമ്പോ എന്താണ് പള്ളി പൊളിയന്മാർ അഭിമുഖീകരിക്കുന്ന നിന്ദ്യത എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, പടച്ചവന്റെ ഇടപെടലാണ്. പടച്ചവന്റെ ഭവനം തകർത്തവരെ പടച്ചവൻ തന്നെ നശിപ്പിക്കും എന്നുള്ളതാണ്. അബ്രഹത്തിന്റെ ആനപ്പടയെ എപ്രകാരമാണ് അള്ളാഹു നശിപ്പിച്ചെന്ന് പറയാൻ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. ആരാ അബ്രഹത്തിന്റെ ആനപ്പട? കഅബാലയം തകർക്കാൻ വന്ന ആളുകൾ. അവരെ എപ്രകാരമാണ് അള്ളാഹു നശിപ്പിച്ചത് എന്ന് പറയാനാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫീൽ ആന എന്ന തലവാചകത്തിൽ ഒരധ്യായം ഇറങ്ങിയത്. സഹോദരങ്ങളെ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനക്കാരെ എപ്രകാരമാണ് അള്ളാഹു നശിപ്പിച്ചത് എന്ന് നിങ്ങൾ കണ്ടില്ലേ? അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ തന്ത്രങ്ങൾ അല്ലാഹു പാഴാക്കി കളഞ്ഞില്ലേ? വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. അബാബീൽ പക്ഷികളെ അവരുടെ നേർക്ക് അല്ലാഹു അയച്ചില്ലേ? തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ചൂളക്കല്ലുകളാൽ അവർ എറിയപ്പെട്ടില്ലേ? അബാബീൽ പക്ഷികളാൽ.
അബാബയിൽ പക്ഷികളുടെ വായിൽ നിന്ന് വരുന്ന ചൂളക്കല്ലുകളാൽ എറിയപ്പെട്ടുകൊണ്ട് അബ്രഹത്തിന്റെ ആനപ്പട എന്ന് പറയുന്ന ലോകത്ത് വെല്ലുവിളിക്കപ്പെടാൻ സാധിക്കാത്ത ഒരു വലിയ സംഘത്തെ അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഭവനം തകർക്കാനാണ് എന്ന കാരണത്താൽ അള്ളാഹു അവരെ ഉന്മൂലനം ചെയ്തു, നശിപ്പിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, തിന്നപ്പെട്ട വൈക്കോല് പോലെ അവരായി മാറി എന്നുള്ളതാണ് സഹോദരങ്ങളെ. തീർച്ചയായും നമുക്ക് ചിന്തിക്കാനുണ്ട്. അള്ളാഹുവിന്റെ ഇടപെടലുകൾ ഉണ്ടാവും. അതുകൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെടാതെ ക്ഷമയോടെ മുന്നോട്ട് പോവുക. അങ്ങനെയാണ് ഈ സാഹചര്യത്തെ നമ്മൾ അതിജീവിക്കേണ്ടത്. നമുക്ക് ക്ഷമ നഷ്ടപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും, പരീക്ഷണമുണ്ടായാലും, എത്ര വലിയ നീതി നിഷേധങ്ങൾക്കിരയായാലും ഈ പ്രതിസന്ധിയെ എങ്ങനെയാണ് സാധ്യതയായി മാറ്റിയെടുക്കുക എന്നതാണ് വിശ്വാസ സമൂഹം ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ് ഹമാസ് ചിന്തിക്കുന്നത്, അങ്ങനെയാണ് ഗസ നിവാസികൾ ചിന്തിക്കുന്നത്. അവരോളം പ്രതിസന്ധിയിൽ അകപ്പെട്ട ഒരു സമൂഹമുണ്ടോ? ചരിത്രത്തിൽ പോലും അപൂർവം സമൂഹങ്ങൾ മാത്രമേ ഇന്നത്തെ ഗസ നിവാസികളുടെ ഒരു അവസ്ഥയിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അവർ ഈ പ്രതിസന്ധിയെ സാധ്യതയായി മാറ്റിയെടുത്തു എന്നുള്ളതാണ്. ഇപ്പോഴും ഖുദ്സിന്റെ മോചനം എന്ന മുദ്രാവാക്യത്തിൽ നിന്ന് ഒരു പടി പോലും അവർ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് പ്രതിസന്ധിയെ സാധ്യതയായി മാറ്റുക എന്ന് പറയുന്നത്. ആത്മനിയന്ത്രണം നഷ്ടപ്പെടാതെ മുന്നോട്ട് പോവാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമാവേണ്ടതുണ്ട്. ബാബരി മസ്ജിദിന്റെ തകർച്ചയും തൽസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങുകളുമെല്ലാം ഇസ്ലാമിക സമൂഹത്തെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്, ഏറെ വ്യസനിപ്പിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ പരീക്ഷണങ്ങൾക്കപ്പുറത്തും ചില പ്രതീക്ഷകൾ ഉള്ളവരാണ് വിശ്വാസികൾ, ഉള്ളവരാവണം വിശ്വാസികൾ. وعسى أن تكرهوا شيئا فهو خير لكم وعسى أن تكرهوا شيئا وهو خير لكم. ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വെറുപ്പുള്ളതായിട്ട് അനുഭവപ്പെടാം. പക്ഷേ അത് നിങ്ങൾക്ക് ഉത്തമമാണ്. നിങ്ങൾക്കിങ്ങനെ തോന്നുകയാണ്, വളരെ പ്രയാസമുള്ളതായി തോന്നുകയാണ്. പക്ഷേ ആ പ്രയാസകരമായ സംഭവങ്ങൾ നിങ്ങൾക്ക് ഉത്തമമായി ഭവിച്ചേക്കും. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉത്തമമായി ഭവിച്ചേക്കും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവും, പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതാണെങ്കിലും അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിച്ചേക്കും. ഒരു പ്രയാസവുമില്ലാതെ സുഖജീവിതം നയിക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. പക്ഷേ പല സുഖജീവിതങ്ങളും ആ മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദാരിദ്ര്യമല്ല ഞാൻ നിങ്ങളിൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത്, മറിച്ച് ദുന്യവി വിശാലത നിങ്ങൾക്കുണ്ടാവലാണ്, ഐഹിക വിശാലത നിങ്ങൾക്കുണ്ടാവലാണ്. അങ്ങനെ ഐഹിക വിശാലതയുണ്ടായാൽ നിങ്ങൾ പരസ്പരം മത്സരിക്കും. നിങ്ങളുടെ മുൻഗാമികൾ മത്സരിച്ചതുപോലെ അങ്ങനെ മത്സരിച്ചുകൊണ്ട് പരസ്പരം മത്സരിച്ചുകൊണ്ട് നശിച്ചു പോകും. അങ്ങനെയുള്ള ഐഹിക വിശാലത നിങ്ങൾക്ക് വെല്ലുവിളിയായി മാറും. ഒരു പ്രയാസവുമില്ലാതെ നല്ല സുഖിയൻ ജീവിതം നയിക്കുന്ന ആളുകൾ നമ്മൾ കാണുമ്പോൾ അവരാണ് എല്ലാ വിനകളും ഉണ്ടാക്കുന്നത്, അവരാണ് പലപ്പോഴും ഈ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വെല്ലുവിളികളും ഒക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ജനത ഈ വെല്ലുവിളികളെയും പരീക്ഷണങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യവും പിന്നീട് നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ചില കാര്യങ്ങൾ നിങ്ങൾ വെറുത്തേക്കും, പക്ഷേ അത് നിങ്ങൾക്ക് ഉത്തമമായി വരാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടേക്കും, പക്ഷേ അത് നിങ്ങൾക്ക് ദോഷകരമായി മാറാൻ സാധ്യതയുണ്ട്. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അല്ലാഹുവിനറിയാം, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ, എന്താണ് ഗസ നിവാസികൾ എത്ര വലിയ പ്രയാസം അവർക്ക്, അവരുടെ ശത്രുക്കൾ, അവരുടെ എതിരാളികൾ, അവരെക്കുറിച്ചും ചിന്തിക്കുകയാണ്. അവർക്കാണല്ലോ സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ളത്, അവർക്കാണല്ലോ സൈനികമായ ശക്തിയുള്ളത്. എന്താ ഗസ നിവാസികൾക്ക് എത്ര പ്രയാസം നമ്മൾ ചിന്തിക്കാൻ. അതാണ് അല്ലാഹു പറഞ്ഞത്. അവർ ചിന്തിക്കുന്നില്ല അങ്ങനെ. എല്ലാം അല്ലാഹുവിൽ നിന്നാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് അവരുടെ ചിന്താനിശ്ചയം. നമ്മൾ അല്ലാഹുവിനുള്ളതാണ്, നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടുന്നവരാണ്. പക്ഷേ അവരുടെ ഈമാനോളം ഉയരാത്ത ഈമാൻ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ്, എന്തേ അവരിങ്ങനെ പരീക്ഷണങ്ങൾക്കിരയാവുന്നത്. അള്ളാഹു അതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്.
നിശ്ചയം ഏതൊരു ഞെരുക്കത്തോടൊപ്പവും എളുപ്പം വരാനിരിക്കുന്നുണ്ട്, ഏതൊരു എളുപ്പത്തോടൊപ്പവും ഞെരുക്കവും വരാനിരിക്കുന്നുണ്ട്. ഒരു ജനത സുഭിക്ഷമായ ജീവിതം നയിക്കുന്നുവെങ്കിൽ എന്നും അവർ സുഭിക്ഷതയിലായിരിക്കുമെന്ന് ആരും ധരിക്കണ്ട. ഒരു ജനതയ്ക്ക് പ്രയാസമുണ്ടെങ്കിൽ എന്നും അവർ പ്രയാസം അഭിമുഖീകരിക്കുന്ന ജനതയായിരിക്കും എന്നും ആരും ധരിക്കണ്ട. അതുകൊണ്ട് സഹോദരങ്ങളെ, വികാര വിക്ഷോഭങ്ങളിൽ അകപ്പെടാതെ ദൗത്യ നിർവഹണത്തിൽ മുന്നോട്ട് വരിക എന്നതാണ് ഇസ്ലാമിക ഉമ്മത്തിന്റെ ചുമതല എന്ന് പറയുന്നത്. രണ്ട് പ്രധാനപ്പെട്ട ദൗത്യമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ളത്. ഒന്ന്, ഇസ്ലാമിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളിൽ മുഴുകുക എന്നുള്ളതാണ്. തീർച്ചയായും ഓരോ കർബലയ്ക്ക് ശേഷവും ഇസ്ലാം അതിജീവിക്കുമെന്ന് അല്ലാമ ഇക്ബാൽ പറഞ്ഞതുപോലെ ഓരോ ബാബരിക്ക് ശേഷവും ഇസ്ലാം അതിജീവിക്കുമെന്ന വിശ്വാസം നമുക്കുണ്ടാവണം. ഇസ്ലാം അതിജീവിക്കും. നോക്കൂ നിങ്ങൾ, നമ്മൾ കാണുന്നതല്ലേ, ബാബരി മസ്ജിദ് തകർക്കുന്നവരുണ്ടായിരുന്ന അക്കൂട്ടത്തിലുണ്ടായിരുന്ന ചിലരടക്കം ഇസ്ലാം സ്വീകരിച്ചു. നമ്മൾ പത്രങ്ങളിൽ വായിച്ചതല്ലേ. ബൽബീർ സിംഗ് മരിച്ചുപോയി, അദ്ദേഹം ബൽബീർ സിംഗ്. അതുപോലെ ഒരാൾ മാത്രമല്ല, അതുപോലെ കുറെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ ഈ ബൽബീർ സിംഗ് എന്ന് പറയുന്നയാൾ, അദ്ദേഹം ബാബരി മസ്ജിദ് തകർക്കുന്ന ആ സംഘത്തിലുണ്ടായിരുന്ന ആളായിരുന്നു. ബാബരി മസ്ജിദ് തകർത്തതിനുള്ള പ്രായശ്ചിത്യമായി 100 പള്ളികൾ നിർമ്മിക്കുമെന്ന ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രമാത്രം ഇരുട്ട് നിറഞ്ഞ ഹൃദയങ്ങളാണെങ്കിലും ആ ഹൃദയങ്ങളിലേക്കും അല്ലാഹു പ്രകാശം കൊണ്ടുവരുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ആ ഒരു ബോധ്യത്തോടു കൂടി ഇസ്ലാമിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. അതാണല്ലോ ഇസ്ലാമിന്റെ ചരിത്രം എന്ന് പറയുന്നത്. വഹ്ഷും ഹിന്ദുമെല്ലാം വഹ്ഷിയും ഹിന്ദുമെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു ചരിത്രം ഇസ്ലാമിനുണ്ട്. ഇസ്ലാമിന്റെ കൊടിയ വിരോധികൾ പ്രവാചകന്റെ പിതൃവ്യന്റെ നെഞ്ചിലേക്ക് അമ്പെയ്തുകൊണ്ട് ആ വീണുകിടക്കുന്ന പ്രവാചകന്റെ പിതൃവ്യന്റെ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കരൾ കടിച്ചു തുപ്പി അത്രമാത്രം ഇസ്ലാമിനോടും പ്രവാചകനോടും വിരോധമുണ്ടായിരുന്ന ഹിന്ദടക്കം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഇസ്ലാം. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ഒരു ബോധ്യത്തോടുകൂടി ഇസ്ലാമിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് നമ്മുടെ ചുമതലകളിൽ ഒന്നാമത്തേത്. രണ്ടാമത്തെ ചുമതല അനീതിയോട് ഒരു കാലത്തും രാജിയാവാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നടന്നിട്ടുള്ളത് അനീതിയാണ്. അർഷദ് മദനി എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ പറഞ്ഞതുപോലെ മസ്ജിദ് നിലനിൽക്കുന്നത് സ്വന്തം ഭൂമിയിലായിരുന്നുവെന്നത് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠം പറഞ്ഞതാണ്. മസ്ജിദ് മറ്റാരുടെയും ഭൂമിയിലല്ല നിലനിന്നിരുന്നത്. മസ്ജിദ് നിലനിന്നിരുന്ന സ്വന്തം ഭൂമിയിലായിരുന്നു. ഇത് പറഞ്ഞ സുപ്രീം കോർട്ടാണ്, സുപ്രീം കോടതിയാണ്. അദ്ദേഹം പറയാണ്, 1 അല്ല 100 ക്ഷേത്രങ്ങൾ പണിതാലും അന്ത്യനാൾ വരെ മസ്ജിദിന്റെ ഭൂമിയായി തന്നെ നിലനിൽക്കും. അതാണ് നീതിക്ക് വേണ്ടിയുള്ള ശബ്ദം എന്ന് പറയുന്നത്. അടിയറവ് പറയാൻ പാടില്ല. ഇവിടെ ഒരു അനീതി നടന്നിരിക്കുന്നു. ആ അനീതി എവിടെന്ന് സംഭവിച്ചതാണെങ്കിലും അനീതിയാണെന്ന് പറയാനുള്ള ധീരതയാണ് ഇസ്ലാമിക ഉമ്മത്ത് പ്രകടിപ്പിക്കേണ്ടത്. മസ്ജിദിനെ തകർത്ത് ക്ഷേത്രമാക്കി അതിന് ബദലായി വേറൊരു സ്ഥലത്ത് പള്ളി ഉണ്ടാക്കി കൊടുത്താൽ അതൊന്നും ഒരു മസ്ജിദായി മാറുന്നില്ല എന്നുള്ളതാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. മദീനയിലെ കപട വിശ്വാസികൾ സ്ഥാപിച്ച പള്ളിയെ നിരാകരിച്ച ചരിത്രമാണ് ഇസ്ലാമിനുള്ളത്. യഥാർത്ഥ ദൈവഭക്തിയിലാവണം പള്ളികൾ സ്ഥാപിക്കപ്പെടേണ്ടതെന്നാണ് ആ ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ഖുർആൻ പറഞ്ഞത്. ലാ തഖും ഫീഹി അബദാ, ഖുർആൻ പറഞ്ഞത്. ആ പള്ളിയിൽ ഒരു കാലത്തും നിങ്ങൾ നിസ്കരിക്കരുത്. മസ്ജിദുൽ ഇറാറിൽ ഒരു കാലത്തും നിങ്ങൾ നിസ്കരിക്കരുതെന്ന് ഖുർആൻ പറയാണ്. മദീനയിൽ കപടന്മാർ ഉണ്ടാക്കിയ പള്ളിയെ സംബന്ധിച്ച്, സദുദ്ദേശപരമല്ലാതെ നിർമ്മിച്ച പള്ളിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയാണ്, ലാ തഖും ഫീഹി അബദാ, ആ പള്ളിയിൽ ഒരു കാലത്തും നിങ്ങൾ നിസ്കരിക്കരുത്. ലമസ്ജിദുൻ നുസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി, തഖ്വയുടെ ദൈവഭക്തിയുടെ അസ്ഥിവാരത്തിൽ പണി കഴിപ്പിക്കപ്പെട്ട പള്ളിയാണ് നിങ്ങൾക്ക് നമസ്കരിക്കാൻ ഏറ്റവും അവകാശപ്പെട്ട, ഏറ്റവും അർഹതയുള്ള, ഏറ്റവും അനുയോജ്യമായ പള്ളി എന്ന് പറയുന്നത്. ഫീഹി റിജാലു യുഹിബ്ബൂന അൻ യതത്വഹറൂ,
ഫീഹി റിജാലുൻ, ആ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ള ചില ആളുകളാണ് യുഹിബ്ബൂന അയ്യതതഹറു, ആ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധി നേടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. തഖ്വയുടെ അസ്ഥിവാരത്തിൽ പണി കഴിപ്പിക്കപ്പെട്ട പള്ളികൾ ധാരാളമുണ്ട്. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ പ്രാർത്ഥനയിലൂടെ വിശുദ്ധിയും സംസ്കരണവും നേടാനാണ് ആഗ്രഹിക്കുന്നത്. വല്ലാഹു യുഹിബ്ബുൽ മുത്തതഹ്ഹിരീൻ, അല്ലാഹു തആല വിശുദ്ധി നേടാൻ ആഗ്രഹിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. അങ്ങനെ വിശുദ്ധി നേടാൻ ആഗ്രഹിക്കുന്ന സംഘം അവരുണ്ടാക്കിയ ആ തഖ്വയുടെ അസ്ഥിവാരത്തിൽ പണി കഴിപ്പിക്കപ്പെട്ട പള്ളി, ആ പള്ളിയിലാണ് നിങ്ങൾ പ്രാർത്ഥന നിർവഹിക്കപ്പെടേണ്ടത്. മറിച്ച് തഖ്വയുടെ അസ്ഥിവാരത്തിലല്ലാതെ, സതുദ്ദേശപരമല്ലാതെ അവര് പണി കഴിപ്പിക്കപ്പെട്ടിട്ടുള്ള മദീനയിൽ മസ്ജിദുൽ ളിറാർ, ആ പള്ളിയിൽ ഒരു കാലത്തും നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. അതിന്റെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട തുലനം നിങ്ങളങ്ങ് ചിന്തിച്ചാൽ മതി. ഞാൻ മറ്റൊന്നും പറയുന്നില്ല സഹോദരങ്ങളെ. അതാണ് ശരിയായ നിലപാട് സ്വീകരിക്കാൻ നമുക്കെല്ലാവർക്കും സാധ്യമാവട്ടെ. അള്ളാഹു വിശുദ്ധരും മുത്തഖീങ്ങളുമായ അവന്റെ യഥാർത്ഥ അടിമകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ ഥാനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു ഫലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു ഗസ്സ നിവാസികളെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സംഘങ്ങളെയും അള്ളാഹു തആല സഹായിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖ് ജീവിതം, ഖബർ ജീവിതം അള്ളാഹു കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും സുറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരുടെ ഗണത്തിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരുടെ കൂട്ടത്തിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യാസന്താനങ്ങളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിലും
നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തരം സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും, കടങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഖുദ്സിന് സമ്പൂർണ്ണമായ മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീൻ മക്കളുടെ രക്തസാക്ഷിത്വത്തെ, ഷഹാദത്തിനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റദ്ദ അൻ നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയ്യത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്നാ ബിൻ നാർ വലാ തജ്അൽനാ മിൻ ഹതബിൻ നാർ ഇന്നഹാ ബിഅസ്ദാർ വബിഅസൽ മത്വാ വബിഅസൽ ഖറാർ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക അൻത റഊഫുർ റഹീം. അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന അൽ മുജാഹിദീന ഫീ ഫിലസ്തീൻ. അല്ലാഹുമ്മ അൻസുർഹും ഫീ ഗസ്സ. അല്ലാഹുമ്മ അൻസുർഹും ഫീ കുല്ലി മകാൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.